ഹായ്, ഇന്ന് ഞാനൊരു സ്നാക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതായത് സ്വീറ്റ് സ്നാക്ക് തന്നെയാണ്. ഒരു അപ്പം പോലത്തെ ഒരു സാധനം. അത് നമ്മൾ സാധാരണ വാങ്ങിച്ച് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കപ്പ. ആ കപ്പ കൊണ്ടുള്ളൊരു സ്വീറ്റാണ്. സാധാരണ കപ്പ കൊണ്ട് വട ഉണ്ടാക്കും. പിന്നെ നമ്മൾ അധികം പുഴുങ്ങിയിട്ട് ഉപ്പുമാവ് പോലെ അല്ലെങ്കിൽ വെറുതെ പുഴുങ്ങിയൊക്കെ ആയിട്ട് കഴിക്കുക. അപ്പോൾ ഇതിനൊരു അപ്പം എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ അതുണ്ടാക്കാനുള്ള വീഡിയോയ്ക്ക് പോവാം. അതിന് മുന്നേ ഇത് കാണുന്നവർ ലൈക്ക് ചെയ്യണം കേട്ടോ ആദ്യം തന്നെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കരുത് കേട്ടോ. ഒരു വീഡിയോ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കപ്പ നല്ലോണം അരച്ച് വന്നിട്ട് പച്ചയായിട്ട് തന്നെയാണ് അരച്ചിരിക്കുന്നത്, വേവിച്ചിട്ടില്ല. പച്ചയ്ക്ക് കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചെടുക്കുക ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് അരച്ചിട്ടുണ്ട്, തരിയൊന്നും ഇല്ലാണ്ട് അരച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ശർക്കര, പിന്നെ തേങ്ങ, ഇതാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ശർക്കര ഞാൻ നല്ലോണം ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇടാൻ പോകുന്നത് നമ്മുടെ അരിപ്പൊടി. അപ്പോൾ അരിപ്പൊടിയും കുറച്ച് ഗോതമ്പ് പൊടിയും കൂടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി അതെല്ലാം കൂട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ആ കപ്പയുടെ കൂടെ വെള്ളമൊന്നും ഒഴിക്കേണ്ട, മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ഇതാ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ആ ചിരകി വെച്ച തേങ്ങ നമ്മളതിലേക്ക് ഇടാൻ പോവുകയാണ്. നമ്മൾ ഗോതമ്പിൻ്റെ കപ്പ ഉണ്ടാക്കില്ലേ, അതേ ഒരു ഇതിൽ തന്നെയാണ് ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ അതിൽ കപ്പ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. ഇനി അതിലേക്ക് ശർക്കര, നമ്മൾ നല്ലോണം ചതച്ചെടുത്തിട്ടുള്ള ശർക്കര, ഉരുക്കിയിട്ടല്ല എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചീവി എടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് ചതയ്ക്കുക ചെയ്യുക. ഉരുക്കിയിട്ടില്ല, ഉരുക്കുമ്പോൾ വെള്ളം കൂടുതൽ വരും, അതുകൊണ്ട് ചെയ്തിട്ടില്ല. ഇനി ഈ ശർക്കരയൊക്കെ എല്ലാം ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഈ കപ്പയുടെ ഇതിൽ തന്നെ കുറേശ്ശെ വെള്ളമുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് അതും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഉപ്പ് നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി വരുമ്പോൾ കണ്ടോ, ഇതിലൊരു തുള്ളി വെള്ളം ഞാൻ ചേർത്തിട്ടില്ല, പക്ഷേ ആ വെള്ളത്തിൻ്റെ അതുണ്ട്, കപ്പയുടെ വെള്ളം അതിലുണ്ട്. ഇനി പാൻ അടുപ്പത്ത് വെക്കുക. അത് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾക്ക് ഈ കപ്പ സ്പൂൺ കൊണ്ട് കോരിയിടാം. കൈ കൊണ്ട് എങ്ങനെ വേണമെങ്കിൽ ഇടാം. സ്പൂൺ കൊണ്ട് ഇട്ടിട്ട് അത് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിത് ഇട്ടുകൊണ്ടിരിക്കുകയാണേ. ഇത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ഒരു ടേസ്റ്റ് തന്നെയാണ്. പൂളയുടെ എന്നൊക്കെ പറഞ്ഞാൽ കപ്പ എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് എപ്പോഴും ഉപ്പിൻ്റെതാണ് ഓർമ്മ വരിക. അപ്പം ഞാനൊന്ന് മാറ്റി ചിന്തിച്ച് നോക്കിയതാണ്, എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ. കപ്പ പായസം ഉണ്ടാക്കാറുണ്ട്, അത് കേട്ടിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തുകൊണ്ട് ഇത് ഉണ്ടാക്കിക്കൂടാ എന്ന് വിചാരിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ കുഴപ്പമില്ല, സക്സസ് ആയി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, സ്വാദുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് നല്ല ബ്രൗൺ കളറിലാവണം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈൽ തന്നെയാണ്. ഇതിലൊരു കപ്പ എക്സ്ട്രാ വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ചെയ്യണത് തന്നെയല്ലേ. ഇനി ഇതിലേക്ക് ഏലക്കായുടെ പൊടി വേണമെങ്കിൽ ഒക്കെ ഇട്ടിട്ടൊക്കെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഫ്ലേവേഴ്സ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഇത് പ്ലെയിനായിട്ട് ഉണ്ടാക്കിയെന്ന് മാത്രം. ഇപ്പോൾ രണ്ടാമത്തെ സെറ്റും ഇട്ടിട്ടുണ്ട്. ഇത് ഒക്കെ ഒന്നായി വറുത്തെടുക്കട്ടെ. അത്ര പണിയൊന്നുമില്ല, ആ കപ്പ നുറുക്കി ഒന്ന് എടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വറുത്തെടുക്കുക, അത്ര തന്നെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അതിലൊരു ബുദ്ധിമുട്ടോ സമയക്കൂടുതലോ ഒന്നും വേണ്ട. റെസ്റ്റ് ചെയ്യാൻ വെക്കുകയോ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യണില്ല, പെട്ടെന്ന് ആവും. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എണ്ണ, ഞാൻ എണ്ണയാണ് എടുത്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. വെളിച്ചെണ്ണയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ വാങ്ങാനുള്ള ഒരു പാകത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനൊക്കെ വാങ്ങുകയാണ്. വലിപ്പം ഇതൊക്കെ നമ്മുടെ ഇതിനനുസരിച്ച് ചെയ്യാം. കുഞ്ഞിതായിട്ട് വേണമെങ്കിൽ അങ്ങനെ, വലിയ സ്പൂണിൽ ഇടുകയാണെങ്കിൽ അങ്ങനെ, ഇനിയിപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ നുള്ളി ഇടുകയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് എന്ത് ഇൻഗ്രീഡിയൻറ്റ് വേണമെങ്കിലും ചേർക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ അപ്പം അങ്ങനെ തന്നെ പറയാം, അപ്പം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ശർക്കരയും ഇതൊക്കെ ഇട്ട് മധുരത്തിൻ്റെ ഒരു ഐറ്റമാണല്ലോ, അതുകൊണ്ട് അപ്പം പോലെ നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അറിയിക്കൂ കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വിഭവമായിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബായ്.